നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭൂമി പിളർന്ന് കെട്ടിടങ്ങൾ കുലുങ്ങി വിറച്ചു. വീടുകളിൽ നിന്ന് ജനം പുറത്തേക്ക് ഇറങ്ങി ഓടി. US ആക്രമണമെന്ന് കരുതി, എന്നാൽ ഭൂമി കുലുക്കമാണെന്ന് പിന്നീടാണ് വ്യക്തമായത്. കനത്ത ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാനിൽ ഇരട്ട പ്രഹരമായി ഭൂചലനം. നിരന്തരമായി അമേരിക്കൻ ആക്രമണത്തിൽ നശിച്ച നാറാണക്കല്ലെടുത്ത ഇറാന്റെ ഭൂമി. ഇനിയും അമേരിക്കൻ പ്രഹരം താങ്ങാനുള്ള ശേഷി ഇറാന്റെ ഭൂമിക്കില്ല. ഏറെ ദുർബലാവസ്ഥയിലാണ് പ്രദേശങ്ങൾ. ടൺ കണക്കിന് ഭാരമുള്ള ബോംബുകളാണ് നിലത്തേക്ക് വന്നു വീഴുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ നിരന്തരം ആക്രമണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാന്റെ പല പ്രദേശങ്ങളിലും ഭൂമി വിണ്ടുകീറിയ അവസ്ഥയിൽ കാണപ്പെട്ടിരുന്നു. ഭൂകമ്പ സാധ്യത മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റുകയും ചെയ്തിരുന്നു. പർവ്വതങ്ങൾക്കടിയിലും ടണലുകൾക്കുള്ളിലും ഒളിപ്പിച്ച ഇറാന്റെ ആണവ മിസൈൽ കോട്ടകൾ തകർത്തെറിയാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് ആഴത്തിലുള്ള കോട്ടകൾ കണ്ടെത്തി തകർക്കുന്ന ബോംബുകൾ ഭൂമിയിൽ വന്ന് പതിക്കുകയാണ്. ഇറാന്റെ പ്രകമ്പനത്തിൽ കിലോമീറ്ററുകളോളം ഭൂമി വിറയ്ക്കും, വിണ്ടുകീറും. അമേരിക്കൻ ആക്രമണമാണ് ഇപ്പോഴത്തെ ഭൂചലനത്തിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ഇറാനിലെ തെക്കുപടിഞ്ഞാറൻ ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ സരാന്ത് മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. തെഹ്റാൻ സർവകലാശാലയിലെ ഭൂകമ്പ ശാസ്ത്ര കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് 12 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത്. ഭൂകമ്പ കേന്ദ്രത്തെ ഉദ്ധരിച്ച് ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയായ IRNA ഇക്കാര്യം സ്ഥിരീകരിച്ചു. വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാന്റെ ഏകദേശം 90% ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ്. പല നഗരങ്ങളും ഫോൾട്ട് ലൈനുകൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ചെറിയ ഭൂകമ്പങ്ങൾ പോലും അവിടെ ശക്തമായി അനുഭവപ്പെടുന്നു. കൂടാതെ പല പ്രദേശങ്ങളിലും പഴയതും ദുർബലവുമായ കെട്ടിടങ്ങളുണ്ട്. ചെറിയ ഭൂകമ്പം പോലും തകർന്നു വീഴാം. അതുകൊണ്ടാണ് ഇറാനിൽ ചെറിയ ഭൂകമ്പങ്ങൾ പോലും പലപ്പോഴും കാര്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത്. അറേബ്യൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അതിർത്തിയിലാണ് രാജ്യം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂചലന സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തെക്കൻ ഭാഗങ്ങളിലുള്ള ഖുസൈസ്ഥാൻ, കെർമാൻഷാ, ഹോർമോസ്ഗാൻ തുടങ്ങിയ പ്രവിശ്യകളിൽ ഇടയ്ക്കിടെ ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. വെടിനിർത്തൽ കരാർ തകർന്നതിനെ തുടർന്ന് ഒരാഴ്ചയായി അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരം ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ ഭൂചലനം ഉണ്ടായത്. ഇവിടെ ഇന്നലെ അമേരിക്കൻ ആക്രമണം നടന്നിരുന്നു. 2003 ഇറാനിലുണ്ടായ ബാം ഭൂകമ്പത്തിൽ 6.6 തീവ്രതയായിരുന്നു. ഇതിൽ 26,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ പ്രദേശങ്ങൾ. ഇസ്രയേലും അമേരിക്കയും മാറി മാറി ആക്രമിച്ച് ഇറാൻ നാമാവശേഷമായിരിക്കുകയാണ്. പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ടാണ് സമാധാന ചർച്ച വേണമെന്ന് ഇറാൻ ഭരണകൂടം വാദിക്കുന്നത്. എന്നാൽ IRGC യുദ്ധമെന്ന ഒരൊറ്റ പിടിവാശിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. കീഴടങ്ങാത്ത ഇറാനോട് കലിയിളകി അമേരിക്ക തുറമുഖങ്ങൾ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി എണ്ണ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുമെന്ന് വെല്ലുവിളി. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അലമുറയിട്ട് ഭരണകൂടം. എന്നാൽ കിട്ടിയതൊന്നും പോരാതെ ഘോരയുദ്ധമെന്ന് പ്രഖ്യാപിച്ച് IRGC. അമേരിക്കൻ ബോംബർ ആക്രമണങ്ങൾ ഇറാന്റെ പാതാളം വരെ പിളർക്കുന്നു. ഇപ്പോൾ നടന്ന ഭൂചലനം ആക്രമണത്തിന്റെ പരിണിത ഫലമാണെന്ന് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. എന്നാൽ ഇറാന് മുകളിൽ വട്ടമിട്ട് പറന്ന് അമേരിക്ക, മൊസാദ് ചാരന്മാർ. ആണവായുധ പരീക്ഷണത്തിന്റെ ഫലമായാണോ ഭൂചലനം ഉണ്ടായതെന്ന് സംശയിക്കുകയാണ് ഇസ്രയേൽ, അമേരിക്ക. മുൻപും ആണവായുധ പരീക്ഷണം നടത്തിയതിന്റെ ബാക്കി പത്രമായി ഇറാനിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ടെന്നാണ് അമേരിക്ക വാദിക്കുന്നത്. ഈ വർഷം മെയ് 4-ന് തെക്കൻ ഇറാനിലെ ഫാർസ് പ്രവിശ്യയിലും ഗറാഷ് മേഖലയിലും റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. ഇതോടെ ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. ഇസ്രയേലിനും US-നുമെതിരെ ഇറാന്റെ ഓപ്പറേഷൻ ഷീൽഡ് ഓഫ് ജൂഡയുടെ പശ്ചാത്തലത്തിലുണ്ടായ ഈ ഭൂകമ്പം ഇറാൻ അതീവ രഹസ്യമായി ഒരു ആണവ പരീക്ഷണം നടത്തിയെന്ന അഭ്യൂഹം പരത്തി. പിന്നാലെ ഇതൊരു സ്വാഭാവിക ഭൂചലനമോ അതോ ആണവ പരീക്ഷണമോ എന്ന് നിർണ്ണയിക്കാൻ ഭൂകമ്പ വിദഗ്ധരും ആണവ നിരീക്ഷണ വിദഗ്ധരും ഡാറ്റ വിശകലനം ചെയ്തെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന്റെ രഹസ്യ നിർമ്മാണം. ഇറാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുകയാണെന്നും അത് തങ്ങൾക്കെതിരെ ഭാവിയിൽ ഉപയോഗിക്കുമെന്നും ആരോപിച്ചായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെയുള്ള യുദ്ധത്തിന് കോപ്പുകൂട്ടിയത്. ഇസ്രയേലിന്റെ വാദത്തെ പിന്തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ യുദ്ധസന്നാഹം ഒരുക്കുകയും ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇറാൻ ആക്രമിക്കുകയുമായിരുന്നു. ഇറാനിലെ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതൊരു നിയന്ത്രിത ആണവായുധ പരീക്ഷണമാണെന്ന ആശങ്ക വ്യാപകമായി.
പ്രകൃതിദത്ത ഭൂചലനം. ആണവ പരീക്ഷണത്തിനും പ്രകൃതിദത്ത ഭൂകമ്പത്തിനും വ്യത്യസ്ത ചില കാരണങ്ങളുണ്ടെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി സംഘടനയും ബെർക്ക്ലി സിസ്മോളജി ലാബും ആണവ പരീക്ഷണത്തിനും പ്രകൃതിദത്ത ഭൂകമ്പത്തിനും വ്യത്യസ്ത പ്രത്യേകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ആണവ വികിരണം നിയന്ത്രിക്കാനായി ആണവ പരീക്ഷണം സ്കെയിൽഡ് ഡെപ്ത് ഓഫ് ബറിയൽ പാറ്റേൺ പിന്തുടരുന്നു. ഈ പരിശോധനയിൽ ഇറാനിലെ ഭൂകമ്പം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്നും ഭൂകമ്പം രേഖപ്പെടുത്തിയ സ്ഥലം സ്വാഭാവിക ഭൂകമ്പ പ്രദേശമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇറാൻ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി തുടരുകയാണെന്നായിരുന്നു US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആരോപിച്ചത്. ഇറാനിൽ നിലവിൽ 460 കിലോഗ്രാം മുതൽ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നും ഇതിന് 11 ആണവ ബോംബുകൾക്ക് നിർമ്മിക്കാൻ ഉതകുമെന്നും വിറ്റ്കോഫ് ആരോപിച്ചിരുന്നു. പിന്നാലെ ആവശ്യമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഇറാന് സൈനിക ആണവശേഷി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ഇറാൻ പരമോന്നത നേതാവുമായി അടുപ്പമുള്ള മുഹമ്മദ് ജാവാദ് ലാരിജാനിയും അവകാശപ്പെട്ടിരുന്നു. ഇത് ശരിക്കും ഭൂചലനമാണെന്നും മറ്റൊന്നും കൊണ്ട് ഉണ്ടായതല്ലെന്നും ഔദ്യോഗിക കുറിപ്പ് ഇറക്കി ഭരണകൂടം. ആണവ പരീക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് US ആക്രമിക്കുമോ എന്ന പേടിയിലാണ് ഈ കുറിപ്പെന്ന് ആക്ഷേപം. ശരിക്കും ഇറാൻ ഭയക്കുന്നുണ്ട് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളെ. അതിന്റെ പ്രഹരം താങ്ങാനാകാതെ കെട്ടിടങ്ങളും കുലുങ്ങി വിറയ്ക്കുന്നു. ഇത് തുടർന്നാൽ അപകടമാണെന്ന് ഇറാൻ ഭരണകൂടത്തിന് ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്തത് IRGCക്ക്. ഹോർമൂസ് ഇറാന് പിടിവള്ളിയാണ്. അവിടെ മടച്ചുപൂട്ടി US-നെ വിറപ്പിക്കുന്നുണ്ടെന്ന് വാസ്തവം. എന്നാൽ ഹോർമൂസ് അടച്ച കലിപ്പ് ട്രംപ് തീർക്കുന്നത് ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചാണ്. ഇറാൻ പർവ്വതങ്ങൾക്കിടയിൽ നിർമ്മിച്ചിട്ടുള്ള ഫോർദോ ആണവ നിലയം തകർക്കാൻ വേണ്ടിയാണ് അമേരിക്ക ആദ്യം ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചത്. സാധാരണ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിക്കടിയിലോ കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾക്കുള്ളിലോ ഒളിപ്പിച്ചിരിക്കുന്ന സൈനിക താവളങ്ങളെ തകർക്കാനാണ് ബങ്കർ ബസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവ ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ ഉടൻ പൊട്ടിത്തെറിക്കില്ല. പകരം അതീവ കരുത്തുള്ള സ്റ്റീൽ കവചത്തിന്റെ സഹായത്തോടെ മീറ്ററുകളോളം ഉള്ളിലേക്ക് തുളച്ചു കയറും. ലക്ഷ്യസ്ഥാനത്തിന്റെ ഉള്ളിലെത്തിയ ശേഷം മാത്രം പൊട്ടിത്തെറിക്കുന്നതിലൂടെ ഭൂഗർഭ അറകളെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കും. അത്യാധുനിക GPS സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന GBU-72 ബോംബുകൾക്ക് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃത്യതയോടെ ലക്ഷ്യം കാണാൻ കഴിയും. പർവ്വതങ്ങൾ തുരന്നുണ്ടാക്കിയ ഗുഹകളിലോ അതീവ സുരക്ഷയുള്ള കമാൻഡ് സെന്ററുകളിലോ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ തകർക്കാൻ ഈ ബോംബുകൾക്ക് ശേഷിയുണ്ട്. അതിമാരക ആക്രമണം നടത്താനും ലക്ഷ്യസ്ഥാനം തവിടുപൊടിയാക്കാനും ഈ ബോംബിന് കഴിയും. ചെന്ന് പതിക്കുന്നിടം പിന്നെ ഉണ്ടാകില്ല. ഇതിനിടെ ട്രംപിനെ വെറിപിടിപ്പിക്കുകയാണ് IRGC. കൂടുതൽ ആക്രമണത്തിന് ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ്. ജോർദാനിലെ US വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു. ഒരാളെ കാണാതാവുകയും ചെയ്തു. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. മാർച്ച് മാസത്തിനു ശേഷം ഇറാനിയൻ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണെന്നും അവർ വ്യക്തമാക്കി. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ ജൂലൈ 17-ന് ജോർദാനിൽ വെച്ച് US സെൻട്രൽ കമാൻഡിന്റെയും സഖ്യസേനയുടെയും ഭാഗമായ 2 US സൈനികർ കൊല്ലപ്പെട്ടു. കൂടാതെ ഒരു സൈനികനെ കാണാതായിട്ടുമുണ്ട്. US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കൂടാതെ 4 സൈനികരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തുവെന്ന് US സൈന്യം വ്യക്തമാക്കി. മറ്റു ഉദ്യോഗസ്ഥർക്ക് ചെറിയ പരിക്കുകൾ ഏൽക്കുകയും ഡ്യൂട്ടിയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ജോർദാനിലെ അൽ അസ്രാഖിലെ US സേന ഉപയോഗിക്കുന്ന ഒരു താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ശനിയാഴ്ച ഏറ്റെടുത്തിരുന്നു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ US-ന്റെ നിരവധി വിമാനങ്ങൾ നശിപ്പിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയതിനുള്ള ശിക്ഷകളുടെ ഭാഗമായി ഇറാനെതിരെ പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതായി US സൈന്യം അറിയിച്ചു. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇറാനുമായുള്ള യുദ്ധത്തിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ ഇതുവരെ 16 US സൈനികരാണ് കൊല്ലപ്പെട്ടത്. മലയാളി വാർത്ത ഇൻസൈഡ്.